നമസ്കാരം. ഇന്നത്തെ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് അടക്കാനാവാത്ത ചിരിയോടെയാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന വായിച്ചാണ് ഞാൻ ഇന്ന് വാർത്താ ലോകത്തേക്ക്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ആദ്യമായി ഓൺലൈൻ എടുത്ത് നോക്കിയപ്പോൾ കാണുന്നത് ഈ വാർത്തയാണ്. ക്രിസ്മസ് അവധിക്ക് മക്കളോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിലെത്തിയതാണ്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ കാണുന്ന വാർത്ത ചിരിച്ചൻ്റെ ഇടപാട് തെറ്റി. അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം CPIM പോളിറ്റ് ബ്യൂറോ അംഗം എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പദവിയല്ല. മുഖ്യമന്ത്രിയേക്കാൾ ഉയർന്ന പദവിയാണ് ഔദ്യോഗികമായി പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ പദവി. അധികം പേർക്കൊന്നും എത്താൻ കഴിയാത്തൊരു പദവിയാണത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ പലരും EP ജയരാജനാണെങ്കിലും AK ബാലനാണെങ്കിലും ഒക്കെ അവരുടെ പ്രവർത്തന പരിചയം കൊണ്ട് അവർക്ക് എത്തപ്പെടേണ്ട ഒരു പദവിയിലേക്ക് എത്തപ്പെടാത്തതിന് നിരാശയുള്ളവരാണ്. ആ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരിക്കുന്ന ഒരാൾ, അദ്ദേഹമാണ് ഇന്നലെ തൃശ്ശൂർ ചേലക്കര കുന്നംകുളത്ത് വളരെ വിചിത്രമായ ഒരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ആദ്യം കേൾക്കുക. എന്തൊരു ട്രാഫിക് ജാം, അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടാവില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം എന്ത് ഞാൻ അതിലെ പോണ്ട് ഞാൻ ഇടയ്ക്കാണല്ലോ. 10 മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴേ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞിക്കാറ് പോയപ്പോൾ ഇവന് ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ? അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വഞ്ചിയൂരിൽ പാളയം ഏരിയ കമ്മിറ്റി യോഗം നടന്നപ്പോൾ വഴി കെട്ടിയടച്ചതാണ് വിഷയം. വഴി കെട്ടിയടച്ച് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനെതിരെ ചിലർ കേസിന് പോയി. ആ കേസിൽ കോടതി കേസെടുക്കാൻ പറഞ്ഞു. പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തു. അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് വിജയരാഘവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്ത് വിചിത്രമായ വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തിയറിറ്റിക്കലി, താത്വികമായി ശരിയാണ്. 25 കാറുണ്ടെങ്കിൽ 25 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. അതേസമയം 25 കാറ് പോകുന്നിടയ്ക്ക് 2000 പേർക്ക് കാൽനടയായി സഞ്ചരിക്കാൻ കഴിയും. എല്ലാവരും എന്തിനാണ് കാറിൽ പോകുന്നത് എന്നൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷേ കാറിൽ പോകുന്നതിനെ അദ്ദേഹം പരിഹസിച്ച് പകരം ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുമ്പോൾ വളരെ വൈരുദ്ധ്യം തോന്നുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കാറിനോടുള്ള അദ്ദേഹത്തിന്റെ പുച്ഛം. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥായി ഭാവമാണ്. കാറ് കൊള്ളില്ല, ലാഭമുണ്ടാക്കാൻ പാടില്ല, വ്യവസായം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണ് ഈ നാട് മുടിച്ചത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് നാട് മുടിപ്പിക്കുന്നത് എന്നതിന് തെളിവാണ് ഈ അഭിപ്രായം. അതായത് ഒന്നും നന്നാവാൻ പാടില്ല, ലാഭമുണ്ടാവാൻ പാടില്ല, അങ്ങനെ ഉണ്ടായാൽ കുഴപ്പമാണെന്ന് വിശ്വസിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡാണ് കേരളം ഇത്രയും മോശമാകാനുള്ള കാരണം. അതേസമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെടുകയും ചെയ്യും. അതൊരു വശത്ത്. മറുവശത്ത് കാർ ഉപയോഗിക്കുന്നത് തിന്മയാണ്, എന്താ നടന്നു പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന വിജയരാഘവൻ നടന്നാണോ പോകുന്നത്? അദ്ദേഹം പോകുന്നത് ഓട്ടോ പിടിച്ചാണോ? നടന്നു പോകാൻ കഴിയില്ല, ഓട്ടോ പിടിച്ചു പോലും അല്ല. ഒന്നാന്തരം ഇന്നോവ ക്രിസ്റ്റോ കാറിൽ മാത്രമാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അതായത് 7-8 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഇന്നോവ ക്രിസ്റ്റോ കാറിൽ സ്ഥിരമായി ചീറിപ്പായുന്ന ആളാണ് വിജയരാഘവൻ. വിജയരാഘവന്റെ ഭാര്യ മന്ത്രിയാണ്. മന്ത്രിക്ക് സ്വന്തം കാറ് മാത്രമല്ല അകമ്പടി വാഹനങ്ങളുമുണ്ട്. അതെന്താ, മന്ത്രിക്ക് ആരെങ്കിലും തട്ടിക്കളയുമോ? മന്ത്രിക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരെ? മന്ത്രി എന്തിനാണ് പിന്നാലെയും മുമ്പിലുമൊക്കെ അകമ്പടി വാഹനത്തിൽ പോകുന്നത്? ഇനി ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടോ? കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം അകമ്പടി വാഹനങ്ങളോട് സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. പിണറായിയെ കൊണ്ടൊരു വണ്ടി പോകുന്നു, തൊട്ടു പിന്നാലെ മറ്റൊരു വണ്ടി ശൂന്യമായി പോകുന്നു, മുമ്പിലും പിമ്പിലും പോലീസ് വണ്ടികൾ വേറെ, ഇടിവണ്ടികൾ വേറെ, ആംബുലൻസ് വേറെ, മൊബൈൽ ജാമറുകൾ വേറെ. എത്ര വാഹനങ്ങളാണ്? 10ഉം 20ഉം വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ആരാണ്? സഹപ്രവർത്തകനാണ് വിജയരാഘവന്റെ. പോളിറ്റ് ബ്യൂറോ അംഗമാണ്. വിജയരാഘവനെ പോലെ തന്നെ ഒരുമിച്ചിരുന്ന് യോഗം ചെയ്യുന്ന, മീറ്റിംഗ് നടത്തുന്ന ആളാണ്. ആ പിണറായിയോട് പറയാനുള്ള ധൈര്യമില്ല. പിണറായി ഇട്ടാൽ അത് ബെർമുട, പാവങ്ങൾ ഇട്ടാൽ അടിവസ്ത്രം. അത് ശരിയല്ല, അത് ന്യായമേ അല്ല. വിജയരാഘവൻ പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിരിക്കണം. പാവപ്പെട്ടവൻ കാറിൽ സഞ്ചരിക്കാൻ പാടില്ല, അവന് നടന്നേ പോകാൻ പാടുള്ളൂ. ഞങ്ങൾ മുതലാളിമാർ, ഞങ്ങൾ നേതാക്കന്മാർ, ഞങ്ങൾക്കുള്ളതാണ് കാറ് എന്ന ജാള്യതയില്ലാത്ത, അഹങ്കാരം കലർന്ന, ലജ്ജയില്ലാത്ത, ഉളുപ്പില്ലാത്ത ഡയലോഗാണിത്. വിജയരാഘവൻ അടക്കമുള്ള സകല നേതാക്കളും ചീറിപ്പാഞ്ഞ് നടക്കുകയാണ് കാറിൽ. അതും നാട്ടുകാരുടെ ചെലവ്. വിജയരാഘവൻ ചീറിപ്പാഞ്ഞ് നടക്കുന്ന കാറ്
അല്ലെ വിജയരാഘവന്റെ ഭാര്യ പോകുന്ന കാറ്, ഇത് രണ്ടും കാശ് മുടക്കി മേടിച്ചതാണ്? അല്ല. വിജയരാഘവൻ പറക്കുന്ന കാർ CPM-ന്റെ ചെലവിൽ മേടിച്ചതാണ്. അല്ല, വിജയരാഘവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല. വിജയരാഘവന്റെ ഭാര്യ സഞ്ചരിക്കുന്നത് പൊതുഖജനാവിലെ പണമെടുത്താണ്. അതിലൊരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരുത്തൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് പണമുണ്ടാക്കി കാറ് വാങ്ങി യാത്ര ചെയ്യുമ്പോൾ അത് ഭയങ്കര കുഴപ്പമാണത്രേ, അത് വൃത്തികേടാണത്രേ, പാവങ്ങൾ നടന്നു പോകാനുള്ള വഴിയാണത്രേ. എന്തൊരു മനോഭാവമാണിത്, എന്തൊരു നിലപാടാണിത്. ഓർക്കണം, അതായത് CPM-ന്റെ സമ്മേളനം നടത്തണം, പാവങ്ങളുടെ സമ്മേളനമാണത്രേ. ആ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് ആളുകൾ സഹിച്ചോണം. അത് കേസ് കൊടുക്കാൻ പോകുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി. നാണമുണ്ടോ? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇനി അതൊക്കെ പോട്ടെ, പ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം കൂടി കേൾക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്, ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്, സാമൂഹ്യ മാറ്റത്തിനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ. എന്തൊരു വിചിത്രമായ സംഗതിയാണ്. സോഷ്യലിസം നടപ്പിലാക്കാൻ വേണ്ടിയാണ് അത്രേ ജാഥ നടത്തുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ തുല്യതയെക്കുറിച്ച് സ്വപ്നം കണ്ട് ജീവിക്കുകയാണത്രേ. തുല്യത ഈ നാട്ടിൽ ഉണ്ടാവുമത്രേ. ആ തുല്യതയുടെ ഒരു ഒരുക്കത്തിന് വേണ്ടിയാണത്രേ ഈ കഷ്ടപ്പാടും സങ്കടവും ഒക്കെ ഉണ്ടാവുന്നത്. എൻ്റെ വിജയരാഘവ, കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം പണ്ടേ ഇല്ലാതായി. തുല്യത ഉണ്ടാക്കി എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ 8 നിലയിൽ പൊട്ടിപ്പൊളിഞ്ഞുപോയി. തുല്യതയ്ക്ക് വേണ്ടി തുടങ്ങിയ ചൈന മുതലാളിത്തത്തെ മാറോട് ചേർത്ത് വലിയ മുതലാളിമാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. തുല്യതയുടെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സംസ്ഥാനമായി ക്യൂബയിൽ പട്ടിണിയാണ്. തുല്യതയുടെ ആദ്യത്തെ ഇന്ത്യൻ മോഡലായ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് വെച്ച ആളുകൾ കല്ലുപെറുക്കിയെറിയും. ത്രിപുരയിൽ ഈ തുല്യതക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരായി. ഇവിടെ ഈ തുല്യതാ പാർട്ടി മുതലാളിമാരുടെ തോളിൽ കൈയിട്ട് മതനേതാക്കളെ പ്രീണിപ്പിച്ച് വർഗീയത പറഞ്ഞ് കോടിക്കണക്കിന് പണം കൊണ്ട് കീശ വീർപ്പിച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ മുഖ്യമന്ത്രിയും മകളും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണ നിഴലിലാണ്. ഈ തുല്യത എന്ന് പറയുന്നത് പാർട്ടി നേതാക്കളുടെ ആഡംബര ജീവിതമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് സോഷ്യലിസം ഇവിടെ നടപ്പിലാക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഉളുപ്പില്ലായ്മയുണ്ടല്ലോ. ഇനിയും ഇവിടെ സോഷ്യലിസം, ലോകം മുഴുവൻ സോഷ്യലിസം തള്ളിക്കളഞ്ഞു. കേരളത്തിൽ സോഷ്യലിസം അല്ല, മുതലാളിത്തമാണുള്ളത്. ഇന്ത്യയിൽ എവിടെയുണ്ടായിരുന്നു അവിടെ ഇല്ലാതായി. എന്നിട്ട് തുല്യത വരും, സോഷ്യലിസം വരും എന്നൊക്കെ പറയാൻ മാത്രം വിഡ്ഢികളാണ് ഇന്നും നിങ്ങളുടെ പാർട്ടി അംഗങ്ങൾ എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം മാറ്റണം. അങ്ങനെയായിരുന്നു. ദേശാഭിമാനം മാത്രം വായിച്ചാൽ ഇവിടെ എല്ലാം സ്വർഗമാണെന്നും, പണ്ടങ്ങനെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് സോവിയറ്റ് നാടെന്ന് പറഞ്ഞൊരു വാരിക ഉണ്ടായിരുന്നു. അതാ നമ്മളൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഓർത്തുന്നു അവിടെ വലിയ സ്വർഗമാണെന്ന്. ONV വരെ കവിത എഴുതുമായിരുന്നു, സ്വർഗത്തിൽ പോകാൻ അവസരം കിട്ടണമെന്ന് പറഞ്ഞ്. അതുപോലെ ദേശാഭിമാനം മാത്രം വായിച്ചാൽ തുല്യത ഉണ്ടാവും. പക്ഷെ ജനം സ്മാർട്ട് ഫോൺ സകല മനുഷ്യരുടെ കയ്യിലുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടി പ്രവർത്തകരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട്. മറുനാടൻ ഷാജൻ പറയുന്ന വീഡിയോ പോലും പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടിക്കാർ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അവർക്ക് വിവരമുണ്ട്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ പാർട്ടിക്കാർ വിഡ്ഢികളാണ് എന്ന് കരുതി ഇങ്ങനെ സോഷ്യലിസം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പോവരുത്. നിങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, പറ്റിക്കുകയാണ്. ഒരു സോഷ്യലിസവും ഇല്ല. ഇവിടെ മുതലാളിമാരായി മാറിയിരിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് തടിച്ചു കൊഴുക്കാൻ, അവർക്ക് ആഡംബരക്കാരിൽ ചീറിപ്പായാനുള്ള ഐഡിയ മാത്രമാണ് സോഷ്യലിസം. എന്നിട്ട് ഈ ഉളുപ്പില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാൻ സോഷ്യലിസം വരുമെന്ന് പറയാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്ക് കഴിയും? ലജ്ജ തോന്നുന്നുണ്ട് എന്ന് ഖേദപൂർവ്വം പറയട്ടെ.